ഹായ് ഇറ്റ്സ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. ചൈന അമേരിക്ക താരിഫ് യുദ്ധം അല്ലെങ്കിൽ ചൈന അമേരിക്ക വ്യാപാര യുദ്ധം കാരണം ഇപ്പോഴാകെ പെട്ടിരിക്കുന്നത് എലോൺ മസ്കിനാണെന്ന് പറയാം. കാരണം ചൈനയിൽ നിന്നുള്ള ഓർഡറുകൾ ഇപ്പോൾ മസ്ക് എടുക്കുന്നില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇതിന് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ തീരുവ യുദ്ധം, അതിന് വ്യാപാര യുദ്ധമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത്. അമേരിക്കയും അതോടൊപ്പം ചൈനയും തമ്മിലുള്ള ആ യുദ്ധമെന്ന്, അതായത് അമേരിക്ക ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 145% തീരുവയാണ്. അതോടൊപ്പം ചൈന അമേരിക്കയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന തിരിച്ച് 85% തീരുവയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം കാരണമാണ് ഇപ്പോൾ പണിയിട്ടിരിക്കുന്നത് വേറെ ആർക്കുമല്ല, എലോൺ മസ്കിനാണ്. കാരണം US പുറത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ടെസ്ലയുടെ ഇലക്ട്രിക് കാറുകൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു രാജ്യമായിരുന്നു ചൈന എന്നത്. അതായത് 2024 കണക്കുകൾ പ്രകാരം ചൈന അവിടെ ഏകദേശം ടെസ്ലയുടെ രണ്ട് മോഡലുകളായ മോഡൽ എക്സ്, മോഡൽ എസ്. മോഡൽ എക്സ് ഏകദേശം 1500 ഇറക്കുമതി ചെയ്തിരുന്നു. അതോടൊപ്പം മോഡൽ എസ് എന്നത് 311 ഇറക്കുമതി ചെയ്തിരുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം കഴിഞ്ഞ മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് വരെ ചൈനയിൽ ഇലക്ട്രിക് കാറുകളുടെ ആ ഒരു വിപണിയിൽ 3-ാം സ്ഥാനമായിരുന്നു ടെസ്ലയ്ക്ക് ഉണ്ടായിരുന്നത്. 1-ാം സ്ഥാനം ചൈനീസ് കമ്പനിക്കാണ്. അപ്പോൾ ആ ഒരു ചൈനയിൽ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു പണി കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. കാരണം അമേരിക്കയും ട്രംപിൻ്റെ ചൈനയെ വിടാതെ ഇങ്ങനെ പിടിക്കുന്നതും ഒക്കെയാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം ചൈനയ്ക്ക് പുറത്ത് യൂറോപ്പിലും ഇപ്പോൾ ടെസ്ലയ്ക്ക് ആഹ്വാനം നടത്തുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം ലോകത്തിൻ്റെ നമുക്കറിയാം ചൈനയും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളിലും വൻ മാർക്കറ്റാണുള്ളത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇവിടെ ഈ രണ്ട് രാജ്യങ്ങളെയാണ് ഉറ്റുനോക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ടെസ്ലയ്ക്ക് ഇപ്പം ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു പ്ലാനും ഇവിടെ ഓഫീസ് തുടങ്ങാനുള്ള പ്ലാനൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചൈനയിൽ നിന്നുള്ള ഈ ഒരു തിരിച്ചടി എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും ട്രംപിൻ്റെ ഈ ഒരു തീരുമാനം എന്നത് ട്രംപിൻ്റെ ഉറ്റ സുഹൃത്തായ എലോൺ മസ്കിന് അത്ര നല്ലതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ടെസ്ലയുടെ ആ ഒരു വിപണിയിലാണ് ഇപ്പോൾ ഇടിവുണ്ടായിരിക്കുന്നത്. ഡിസംബർ കഴിഞ്ഞ് ഏകദേശം 50% വിപണന മൂല്യം ഇടിഞ്ഞുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഓഹരി വിപണികളെല്ലാം ഇടിഞ്ഞിട്ട് ഒന്ന് ശകലം എഴുന്നേറ്റ് നിൽക്കുന്നതേ ഉള്ളൂ. കാരണം ട്രംപിൻ്റെ ആ തീരുമാനം 10% കുറച്ചപ്പോഴാണ് ഓഹരി വിപണിയിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായത്. ഇപ്പോൾ ചൈനയെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നതാണ് ഇതിന് എല്ലാം കാരണമെന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ആകെപ്പെട്ടിരിക്കുന്ന ട്രംപിൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയായ എലോൺ മസ്കാണ്. നൻപൻ കാരണം നൻപനിട്ട് പണിയിട്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാം. ഏതായാലും താരിഫ് യുദ്ധം ഇങ്ങനെ മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ പെട്ടിരിക്കുന്നത് എലോൺ മസ്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.